നമസ്കാരം പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CPOയുടെ കട്ട് ഓഫാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു 2023 നോട്ടിഫിക്കേഷൻ്റെ CPOയുടെ എക്സാം ജൂൺ 8 നടന്നു. അപ്പോൾ അതിൻ്റെ പരീക്ഷയുടെ നിലവാരം എത്രത്തോളം ഉണ്ടായിരുന്നു, അപ്പം അത് ഡിവൈഡ് ചെയ്ത് ഓരോ സെക്ഷൻസിൽ നിന്നും മാക്സിമം എത്രത്തോളം മാർക്ക് ബേസിക് ആയിട്ടുള്ള ലെവലിൽ വിദ്യാർത്ഥികൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമായിരുന്നു, അതിൻ്റെ ബേസ് ചെയ്ത് ഒരു ആവറേജ് മാർക്ക് ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ കഴിയുമെന്നുള്ളതിൻ്റെയൊക്കെ ഒരു ബേസ് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ 50 ചോദ്യങ്ങൾ ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് സബ്ജക്റ്റ് ബേസ് വരുമ്പോഴേക്ക് ഹിസ്റ്ററി, GK, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിവ അടങ്ങിയ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങളാണ്. എല്ലാം അത്യാവശ്യം നിലവാരമുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു. എങ്കിലും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ലെവലിൽ നല്ലൊരു സാമാന്യം പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികൾ എത്രത്തോളം മാർക്ക് മിനിമം രീതിയിലും മാക്സിമം രീതിയിലും സ്കോർ ചെയ്യാം എന്നാണ് നമ്മൾ ഇതിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ നിന്ന് ആദ്യത്തെ ഒരു 50 ക്വസ്റ്റ്യൻസിൽ നിന്ന് മാക്സിമം ഒരു 18 മാർക്ക് വരെ ഒരു ശരാശരി ഉദ്യോഗാർത്ഥിക്ക് ബേസിക് ലെവലിൽ നേടാൻ കഴിയും. മിനിമം എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 മാർക്ക്. അപ്പോൾ ഇതാണ് ആദ്യത്തെ ഒരു 50 ചോദ്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് മാക്സിമം നേടാൻ പറ്റുന്ന ഒരു മാർക്ക് എന്നുള്ളത്. അപ്പോൾ അടുത്തത് നമ്മൾ പോകുന്നത് മാത്തമാറ്റിക്സ് ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ. അത്യാവശ്യം എല്ലാം സാധാരണ കഴിഞ്ഞ ഇടയ്ക്ക് നടന്ന പരീക്ഷകളെയൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേക്കും ലളിതമായിട്ട് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് മാക്സിമം ബേസിക് ലെവലിൽ ഒരു 7 മാർക്ക് നേടാൻ കഴിയും ഒരു ശരാശരി വിദ്യാർത്ഥിക്ക്. മിനിമം ലെവലിൽ ഒരു 6 മാർക്കെങ്കിലും നമുക്ക് നേടാൻ കഴിയും. അപ്പോൾ അതാണ് നമ്മുടെ മാത്തമാറ്റിക്സിൻ്റെ ആ ഒരു ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു റേഞ്ച്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഏരിയയിൽ നിന്നും അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഒരുപാട് കാഠിന്യമായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് ശരാശരിയായിട്ട് ഒരു ഉദ്യോഗാർത്ഥിക്ക് നേടാൻ പറ്റുന്നത് മാക്സിമം 7 മാർക്കും മിനിമം ഒരു 6 മാർക്കെങ്കിലും നേടാൻ കഴിയും. അതിൻ്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഇത് ഡിസ്കസ് ചെയ്യുമ്പോഴേക്കും എത്രത്തോളം ടൈം നമുക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മളതിനകത്ത് കമ്പയർ ചെയ്യുന്നില്ല. അത്യാവശ്യം എക്സാം എഴുതി പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ മോഡൽ എക്സാംസൊക്കെ എഴുതി പഠിച്ചിട്ടുള്ളൊരു ഉദ്യോഗാർത്ഥിയാണെന്നെങ്കിൽ ഇത് ഈ പറഞ്ഞ ലെവലിൽ തന്നെ മാർക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത് നമ്മൾ മലയാളം സെക്ഷനിലേക്ക് പോകുന്നു. മലയാളത്തിൽ നിന്നും നമ്മൾ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴേക്കും എല്ലാം ബേസിക്സ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പം മിനിമം ലെവലിൽ അടിസ്ഥാനം ആയിട്ട് കാര്യങ്ങളൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ സബ്ജക്റ്റിനെ പറ്റി അറിയാവുന്ന ആൾക്കാരാണെങ്കിൽ മാക്സിമം ഒരു 7 മാർക്ക് വരെ മലയാളം ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയും. ക്വസ്റ്റ്യൻസിൽ നിന്ന് മിനിമം ഒരു 5 മാർക്കെങ്കിലും നമുക്ക് നേടാൻ കഴിയും. അടുത്ത നമ്മൾ പോകുന്നത് സ്പെഷ്യൽ ടോപ്പിക്സിലേക്കാണ്. സ്പെഷ്യൽ ടോപ്പിക്സ് നമുക്കറിയാം, നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് പറഞ്ഞാലും ക്വസ്റ്റ്യൻസ് വരുമ്പോഴേക്കും നമുക്ക് ആകെപ്പാടെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് അതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പോകണം. നമുക്ക് അതുപോലെ 99% അറിയാവുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ എന്താ പറയുന്നത് OMR ഷീറ്റിൽ കുത്താൻ പോയാൽ മതി. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു ഊഹാപോഹം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ള മാർക്ക് നേടിയത് ഫുള്ളും ഈ സ്പെഷ്യൽ ടോപ്പിക്സിൽ പോകും. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് മാക്സിമം നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ഒരു 5 മാർക്ക് നമുക്ക് നേടാൻ കഴിയും. മിനിമം ഒരു 4 മാർക്കെങ്കിലും നമുക്കതിൽ നിന്ന് നേടാൻ കഴിയും, അടിസ്ഥാനപരമായ ഒരു ബേസിക് ലെവലിലെങ്കിലും അറിയാവുന്നൊരു ഉദ്യോഗാർത്ഥിക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ട് ഓഫ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴേക്കും ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ജനറൽ ക്വസ്റ്റ്യൻസിൽ നിന്നും ചോദിച്ചിരിക്കുന്ന 50ൽ നമുക്ക് ബേസിക്കായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന 18 മാർക്ക്. പിന്നെ അടുത്തത് മാത്സിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ കഴിയുന്ന ഒരു 7 മാർക്ക്. ഇംഗ്ലീഷിൻ്റെ ഏരിയയിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു 7 മാർക്ക്. മലയാളത്തിൽ നിന്ന് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ആവറേജ് ലെവലുള്ള 7 മാർക്ക്. പിന്നെ സ്പെഷ്യൽ ടോപ്പിക്സിൽ നിന്ന് നമുക്ക് അത്യാവശ്യം ബേസിക്സിൽ നിന്ന് ആ ഒരു നോളജിൽ നിന്ന് നമുക്ക് നേടാൻ കഴിയുന്ന 4 മാർക്ക്. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഏകദേശം 44 മാർക്കാണ് ശരാശരി അടിസ്ഥാനപരമായിട്ടുള്ള നോളജ്, അല്ലെങ്കിൽ ഇതിനു മുമ്പ് എക്സാമിനെ പറ്റി അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ നോക്കി അടിസ്ഥാനപരമായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് വാങ്ങിക്കാൻ കഴിയുന്ന മിനിമം മാർക്ക്. അപ്പോൾ ഈ ഒരു മാർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനു മുമ്പ് എഴുതിയ എക്സാംസിൻ്റെയൊക്കെ ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമുക്ക് ഇത്ര മാർക്ക്, അതായത് ഈ 44 മാർക്ക് നമുക്ക് എന്നാണല്ലോ നേടാൻ കഴിയും. അപ്പോൾ അതേ പ്ലസ് ഏകദേശം ഒരു 4 മാർക്ക് കൂട്ടുമ്പം ഏകദേശം ഒരു 48 മാർക്ക് വരും മാക്സിമം. അപ്പം വിവിധ ബറ്റാലിയനിൽ പല ആൾക്കാരും പല റേഞ്ചിലായിരിക്കും എഴുതിയിരിക്കുന്നത്. അപ്പം ആ ഒരു റേഞ്ച് നമ്മൾ നോക്കുമ്പോഴും 54 മാർക്കിനും 48 മാർക്കിനും ഇടയിലായിരിക്കും കട്ട് ഓഫ് വരാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് കട്ട് ഓഫ് റേഞ്ച് നമ്മുടെ ഒരു അനാലിസിസിൻ്റെ ബേസ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ നമുക്കറിയാം കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത് PSC ആണ്. എത്ര പേര് എഴുതി അല്ലെങ്കിൽ മാക്സിമം ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിച്ച ആളുടെ മാർക്കും ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിച്ച ആളുടെ അതിൻ്റെ എല്ലാ ഒരു അനുപാതത്തിലായിരിക്കും കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വരുന്നത്. എങ്കിലും നമുക്കറിയാം ഇപ്പം നിലവിൽ ട്രെൻഡ് മാറി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അതുകൂടാണ്ട് വേക്കൻസികൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പലതും റിപ്പോർട്ടാകുന്നില്ല. അതുമാത്രമല്ല
പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ 3-4 വർഷം കൂടുമ്പം റിപ്പോർട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരുന്ന CPO പോലുള്ള എക്സാമുകളൊക്കെ ഇപ്പം എല്ലാ വർഷവും ഡിസംബർ മാസത്തിൽ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം വർഷാവർഷം എക്സാമുകളും ലിസ്റ്റുകളും വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പണ്ടത്തെ പോലെ 600, 700, 800 നിയമനങ്ങൾ കാര്യങ്ങളൊന്നും നടക്കാനുള്ള സാധ്യതകൾ ഇനി മുന്നോട്ടില്ല. അപ്പം ഒരു ലിസ്റ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അതിൻ്റെ സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കിതുവരെ വ്യക്തമായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഇരിക്കെ ഇപ്പം പുതിയ ലിസ്റ്റുകളുടെ സാധ്യതകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലൊക്കെ തന്നെ ആയിരിക്കും. വളരെ കുറവ് വേക്കൻസികൾ മാത്രമായിരിക്കും വരുന്നത്. ലിസ്റ്റും അതുപോലെ തന്നെ വളരെ ചെറുതായിരിക്കും. നിലവിൽ വന്നിരിക്കുന്നതിനെക്കാട്ടും ഒക്കെ ഒരുപാട് ചുരുങ്ങിയ ലിസ്റ്റുകളായിരിക്കും വരുന്നത്. അതുകൊണ്ട് ഇനി വരുന്ന ലിസ്റ്റുകളിലൊക്കെ ഭൂരിഭാഗം ആൾക്കാരും അല്ലെങ്കിൽ വളരെ നല്ല രീതിയിൽ ആൾ കുറവായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് മേളിലേക്ക് സ്കോർ ചെയ്ത ഉദ്യോഗാർത്ഥികൾ ഫിസിക്കലിനായിട്ടുള്ള പ്രാക്ടീസ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. അത് കൂടാതെ നമ്മൾ ഇത് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാണ്ട് നിങ്ങൾക്കൊരു അഡ്വൈസ് വരുന്നവരെ നിങ്ങളുടെ പഠനങ്ങൾ തുടരുക. അപ്പോൾ ഇനിയും ഒരുപാട് എക്സാമുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സെപ്റ്റംബർ മാസത്തിൽ LDC വരുന്നു, പിന്നെ SIയുടെ മെയിൻസ് എക്സാം കാര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. അപ്പം ഈ ഒരു കട്ട് ഓഫ് അല്ലെങ്കിൽ ഇനിയുള്ള സാധ്യതകളും കാര്യങ്ങളും എല്ലാം വെച്ച് നമ്മൾ ഇത് തന്നെ നോക്കിയിരിക്കരുത് എന്നാണ് എനിക്ക് ഉദ്യോഗാർത്ഥികളോട് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ പഠനം തുടരുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ തന്നെ വരാം. ബൈ.